ഇതിൽ നിന്ന് കഴിച്ചിലായി പോകുമോ എന്നുള്ളൊരു കണ്ടീഷൻ തന്നെ കേൾക്കുന്നത്. അതായത് രാഷ്ട്രീയത്തിലായി കഴിഞ്ഞാൽ സ്വാധീനമുള്ള ആളുകളാണ് എല്ലാവരും. നമ്മൾ ദുർബലരായ ആളുകൾ തന്നെയാണെന്നാണ് എല്ലാവരും പറയുന്നത്. നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അവർ ഗവൺമെൻറ് ജീവനക്കാരാണ്, പോലീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ടീച്ചറായി ജോലി ചെയ്യുന്നവരുണ്ട്, ഒന്ന് ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ആളുകളൊരു മകനാണ്. അങ്ങനെയൊക്കെ നമ്മൾ കൂടുതൽ അറിയുള്ള പിള്ളേർ ആരൊക്കെ കൂട്ടുകെട്ട് അതായത് ഫ്രണ്ട്സുകൾ ഉള്ളത്. അപ്പോൾ ഓരോരുത്തർ ആ കേൾക്കുന്ന കേൾവികൾ കൊണ്ട് എനിക്ക് അറിയാൻ കഴിയുന്നത് വളരെയേറെ വിഷമത്തിൽ തന്നെയാണ്. ഒരു 10-15 ദിവസം കഴിഞ്ഞ് വീണ്ടും ആ ഒരു പശ്ചാത്തലത്തിലേക്ക് തന്നെ ഇറങ്ങി വരാനാണ് സാധ്യത. ഇതിൽ നിന്ന് ഒരു നിയമത്തിൻ്റെ ഇത് നോക്കിയിട്ട് സ്വാധീനിച്ചിട്ട് അതിൽ നിന്ന് വീണ്ടും ഈ സ്റ്റേജിലേക്ക് തന്നെ വരാമെന്നുള്ള എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് നീതിപീഠം എത്രയാണോ ശിക്ഷ അവർക്ക് കിട്ടാൻ പറ്റുന്നത് അത് വാങ്ങിക്കൊടുക്കണം. അതായത് ഒരു സ്വാധീനത്തിൻ്റെ പേരിൽ ഇത് ആരെയും ഇതിൽ നിന്ന് ഒഴിവാക്കരുത്. നിരപരാധിയായ കുട്ടി, ഞാൻ അന്വേഷിച്ചിടത്തോളം ഒന്നിലും പെടാത്ത ഒരാൾ, കിട്ടിയ ആളെ വെച്ചിട്ട് മാരകായുധം, ഇതൊന്നും അല്ല അവരുടെ കയ്യിൽ ആയുധം ഉണ്ടായിരുന്ന പറയുന്നത് കേട്ടത്. പല ആയുധങ്ങളും അവരെ പേരൻസ് ഉപയോഗിക്കുന്ന ഇവർക്ക് കൈ കൊടുത്തു വിട്ടിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. അങ്ങനെയാണ് അറിയാൻ കഴിയുന്നത്. ഞാൻ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം 5 മണി 6 മണിയാകുമ്പോൾ വീട്ടിലേക്ക് വരുന്നത്. ആ സമയം ഉമ്മ എവിടേക്കാണ് പോണത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ സ്കൂളിൽ നിന്ന് അയക്കാൻ നമ്മൾക്ക് അറിയാൻ കിടത്താൻ നമ്മളെ ഭാഗത്ത് നമ്മളെ കുട്ടിയെ നമ്മൾ നോക്കുന്നത് എന്തൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷേ അതൊന്നും ഞങ്ങൾ അന്വേഷിച്ചിടത്തോളം മാഷന്മാരായും ടീച്ചർമാരായി കഴിഞ്ഞാൽ അവൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒന്നും ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു വിഷയം നമ്മൾ അറിഞ്ഞ്, അതായത് എല്ലാ കാര്യങ്ങളും ടീച്ചർമാരോടും ILM പഠിക്കുന്ന സാറ് വന്ന സമയത്ത് ഞങ്ങൾ ചോദിച്ചിരുന്നു, എന്താണ് അവൻ്റെ സ്ഥിതി, കുഴപ്പമൊന്നുമില്ല, പഠിക്കാൻ ലേശം ഒരു ഉഷാറുള്ള കുട്ടിയാണ്, ഇങ്ങനൊരു വിഷയം. എല്ലാവരും ഇവിടുന്ന് കരഞ്ഞുകൊണ്ടാണ് പോയത്. പക്ഷെ അതുകൊണ്ട് ഇത് സംഭവം എവിടെ വെച്ച് അവസാനിക്കണം. ഇത് കുട്ടികളിലേക്ക് ഇനി മറ്റൊരു കുട്ടികളിലേക്ക് ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് അതിന് കിട്ടുന്ന പരമാവധി ശിക്ഷ നിയമപീഠം വാങ്ങിക്കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇതിൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു സ്വാധീനം ചെലുത്തിയിട്ട് അതിൽ നിന്ന് ഒഴിവായി പോകാൻ പാടില്ല. എന്നാൽ നമ്മളെ സമൂഹം ഒരുപാട് നന്നാവുന്ന എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പം ലഹരി കൊണ്ട് ഒരുപാട് ആളുകൾ ഇപ്പം നമ്മൾ മീഡിയ മൊത്തം കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അത് നമ്മൾ അവസാനിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അവിടെ അവസാനിക്കും. അതല്ല, ഇതിനിയും തുടർന്ന് ഓൾക്ക് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഗുരുതരാവസ്ഥയിലേക്ക് തന്നെയാണ് പോണത്. ദിവസം നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. ഇത് സാധാരണക്കാരായ ആളുകൾക്ക് ഇത് വളരെ താങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അന്നന്ന് അധ്വാനിച്ച് മക്കളെ ഏത് രീതിയിൽ പോറ്റുന്ന എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ സാഹചര്യം വളരെ വീക്കാണ്. അന്നന്ന് കിട്ടുന്ന ക്യാഷ് തികയുന്നില്ല, ചെലവിന് കാര്യങ്ങൾ, അതിൻ്റെ അസുഖങ്ങൾ വരുന്നത്. ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഗവൺമെൻറ് ജീവനക്കാരാകുമ്പോൾ അവർക്ക് ശമ്പളം വാങ്ങി അല്ലെങ്കിൽ അവർക്ക് സഹായിക്കാനുള്ള ആളുകളുണ്ട്. ഇതൊന്നും ഇല്ലാത്ത സാധാരണക്കാരായ ആളുകൾ ആരോട് പറയും, എവിടെ പോയി അന്വേഷിക്കണം, എവിടെ പോയി എന്ത് ചെയ്യണം എന്നറിയുന്നില്ല. നീതിപീഠം കൈയൊഴിയുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ല. നമ്മളും അതേപോലെ ഒരു തുണ്ട് കയറെടുത്ത് ഞാൻ അവസാനിപ്പിക്കുന്നത്. എല്ലാം സമനില തെറ്റിയിട്ടാണ് വീട്ടിൽ നിൽക്കുന്നത്. ചെറിയ കുട്ടിയുണ്ട്, അവനൊരു പ്രതീക്ഷ വീട്ടിൽ നിന്നാക്കി കഴിഞ്ഞാൽ മൂത്ത മകനാണ്, അവനവിടെ ആക്കി പോവാം എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. അതുവരെ നഷ്ടപ്പെട്ട് ഇപ്പം ഭാര്യ എവിടെ കിടക്കുന്ന സ്വയബോധമല്ലാതെ ചെറിയ കൊച്ചിനെ ഞാനെടുത്ത് ആയിട്ട് പോകാൻ കഴിയുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് പോണത്. നീതിപീഠം അവർക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കും. സ്വാധീനിച്ച് അതിൽ പങ്കെടുത്ത ഈ പ്രശ്നമായിട്ട് പങ്കെടുത്ത ആളുകളിൽ ഞാൻ അറിയാൻ കഴിഞ്ഞത് രാഷ്ട്രീയത്തിൽ വളരെ പിടിപാടുള്ള ആളുകളാണ്. അവർ സ്വാധീനിച്ച് അവരെ മക്കളെ അവർ രക്ഷിച്ചു കൊണ്ടുപോകും. വീണ്ടും ഈ ഒരു സ്റ്റേജിലേക്ക് തന്നെയാണ് എത്താൻ കാണുന്നത്. പലരും അതാണ് പറയുന്നത്. നാട്ടിലുള്ള ആളുകളായി കഴിഞ്ഞാൽ പുറത്തുനിന്ന് കഴിഞ്ഞ ദിവസവും അതായത് കഴിഞ്ഞ ആവശ്യം പ്രശ്നം ഉണ്ടാക്കി അവിടുന്ന് തന്നെ പറഞ്ഞത് എൻ്റെ കുട്ടിയാണ്, എൻ്റെ ഏട്ടൻ ജോലിയുണ്ട്, അതുകൊണ്ട് അത് പിടിപാട് കൊണ്ട് നമ്മൾ കഴിച്ചിലായി പോകുന്നോളും, കുഴപ്പമില്ല എന്നുള്ള ഒരു സംസാര രീതിയാണ് പരക്കെ അവിടെ കേൾക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അതൊന്നും നോക്കാതെ ഈ ഗവൺമെന്റിൽ ഉറച്ച വിശ്വാസവും നീതിപീഠത്തിലുള്ള ഉറച്ച വിശ്വാസവും കൊണ്ട് ഈ കുട്ടികളാണ്, അതുകൊണ്ട് ഇതിനി ആവർത്തിക്കാൻ പാടില്ല.
മറ്റൊരു കുട്ടികളിലേക്ക് ഇതിന് പകരാൻ പാടില്ല. അതുകൊണ്ട് ഇതിന് കിട്ടേണ്ടതായ ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ട് അത് സമൂഹത്തിനൊരു പാഠമാവണം എന്നാണ്. നമ്മുടെ കുട്ടിയുടെ കൂട്ടുകാരും ഉണ്ട് അല്ലെ, അവരും കൃത്യമായ ഒരു വിവരം നമുക്ക് തന്നിട്ടുണ്ട്. അവരും പറയുന്നുണ്ട് നമ്മളിപ്പോ അവനെ പകരം അത് ആ ഒരു പ്രകൃതി ഉണ്ടാകാൻ പാടില്ല. അതായത് അവളിലേക്കും ഈ ഒരു കാഴ്ചപ്പാട് പ്രകോപനപരമായിട്ട് ഒന്നും ഇനി ഇവിടെ അതിന്മേൽ അവസാനിച്ചു. ഇനി ഞങ്ങൾ ഐക്യത്തോടുകൂടി ഒരു കുട്ടി മറ്റൊരു കുട്ടിനോട് മോശമായ രീതി സംസാരിച്ചു കഴിഞ്ഞാൽ അത് ടീച്ചേഴ്സ് ആയി കഴിഞ്ഞാലും പേരൻസ് ആയി കഴിഞ്ഞാലും അവർ തമ്മിൽ പറഞ്ഞിങ്ങാഞ്ഞ് ഒത്തുതീർത്ത ഒരു വൈരാഗ്യം, ഒരു വാശി അതില്ലാത്തൊരു സമൂഹമായി മാറണം എന്നാണ് എൻ്റെ കയ്യിൽ. ഇവിടെ പൊതുവെ താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലം ഒരു ഗുണ്ട ഒരു ഇതിലാണ് വരുന്നത്. കൊട്ടേഷൻ സംഘം അതിലെ മക്കളുകളാണ് ഇത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ സംഘം ചേർന്ന് പോയി മർദ്ദിക്കുക, മറ്റൊരാളെ ഭയപ്പെടുത്തുക എന്നുള്ള സംസാര ശൈലിയാണ് ഇവിടെ പൊതുവെ നടക്കുന്നത്. ലഹരി കൊണ്ട് ലേശം കൂടുതൽ ഉപയോഗമുള്ള ഒരു ഏരിയ താമരശ്ശേരി. ആര് പറഞ്ഞൊരു സമൂഹങ്ങളിൽ ഇടപെട്ടിട്ടൊന്നും ഇല്ല. അത് പുറത്തുനിന്ന് ആളുകൾ വരുന്നു, അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്. ക്യാഷ് കൊണ്ടായി കഴിഞ്ഞാലും അല്ലാതെ ആയിക്കഴിഞ്ഞാൽ ഒരാൾ അതിൽ പെട്ട് കഴിഞ്ഞാൽ അവരെ ഊരി കൊണ്ടുപോകാനും സ്വാധീനം ചെലുത്തി വിടാനും ആളുകൾ ഇവിടെ ഉണ്ട്. അതാണ് ഇവിടെ സമൂഹത്തിന് പറ്റിയ ഏറ്റവും വലിയ ഒരു വീഴ്ച. ഒരാളുടെ അച്ഛൻ താങ്കളെ വിളിച്ചിരുന്നു, ഒരാഴ്ച എന്നെ വിളിച്ചിരുന്നു. നിന്റെ മകനാണെന്ന് അറിയില്ലായിരുന്നു, അവൻ അതിലില്ലാത്ത നിരപരാധിയായ ഒരു കുട്ടിയായിരുന്നു എന്നൊക്കെ വിളിച്ച് പറഞ്ഞു. ഇത് കഴിഞ്ഞതിന്റെ ശേഷം. പക്ഷെ ഇത് ഇങ്ങനത്തെ ഈ മാരകായുധം പിള്ളേരെ കൈ കൊടുത്ത് വിട്ടിട്ട് ഈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ആസൂത്രിതമായിട്ടാണ് ചെയ്തത്. ഇത് പേരൻസ് ദൂരെ നോക്കി നിൽക്കുകയാണ്. പുറത്തുനിന്നേരെ ഇടപെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ കയറി അറ്റാക്ക് ചെയ്യും. അവരെ ഏട്ടന്മാരായ ആളുകൾ, ഇത് ചെറിയ കൊച്ചുകുട്ടികൾ 15 വയസ്സായ കുട്ടികളെ വലിയ ആളുകൾ കൂടി തടഞ്ഞു വെച്ച് കൊടുക്കുമ്പോൾ അവർക്ക് ഒന്നുകൂടി ആവേശം ധൈര്യം കിട്ടുക ചെയ്യുന്നത്. അതാണ് ഇവിടെ നടന്നത്. കരുതുന്നുണ്ട്, തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഫലമായി ഇവിടുന്ന് അവര് സാധാരണഗതിയിൽ സ്കൂൾ പിള്ളേർ തല്ലുകൂടി കഴിഞ്ഞാൽ അടി കിട്ടി കഴിഞ്ഞാൽ ഓടിക്കഴിച്ച് അതല്ല, ഒരു വളഞ്ഞു വെച്ചിട്ട് ക്രൂരമായിട്ട് വിട്ടു പോകാൻ പാടില്ല, അപായപ്പെടുത്താൻ എന്നുള്ള കണ്ടീഷനിലാണ് ചെയ്തതെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. സമീപത്തുണ്ട്. കണ്ട കാഴ്ചക്കാരായത് അവർക്കും പറയാൻ പേടിയുള്ളത് കൊണ്ട് ആരും പുറത്തു പറയുന്നില്ല. ഇവര് സംഘം ചേർന്ന് അവരെ പോയി ആക്രമിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അതായത് കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട്. മക്കളെ വളർത്തിക്കൊണ്ട് അവരും അതുപോലെ ആവട്ടെ എന്നുള്ളൊരു ഇതിലാണ് ഇവിടെ നടക്കുന്നത്. അതെ അതെ അതെ, ഇതാണ് ഇവൾക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിലേ എന്തിനും മുതിരും. എൻ്റെ മകന് ഞാൻ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവനെ ഇതിന് പോവും. അതല്ല ഞാൻ അവനെ ഉപദേശിച്ച് അല്ലെ അവനെ അടിക്കിട്ടു എന്നുള്ള ഒരു പേടി വന്നാൽ അവൻ അതിന് പോവില്ല, അത് പിന്മാറുക ചെയ്യുക. അതല്ല, അവന് ഒരു ഉത്തേജനം കൊടുക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് ഇനിയൊരു സമൂഹത്തിന് ഒരാൾക്കും ഒരു വ്യക്തിക്കും ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ട് ഇതിന് ശക്തമായിട്ട് എതിർക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ അന്വേഷിച്ചു കഴിഞ്ഞാൽ, ആരോട് അന്വേഷിച്ചു കഴിഞ്ഞാലും അറിയാം. ഗൾഫ് ജീവിതം കുറച്ച് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് അവിടെ ഒന്ന് എത്തായി ഇവരെ പിള്ളേരെ അങ്ങനെ അവിടുന്ന് ഇട്ടച്ച് പോരേണ്ടി വന്നു. ജോലിയൊക്കെ പോയി, കൊറോണന്റെ സമയമായിരുന്നു, പിന്നെ പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവരെ ആളായി, ഇവരെ പഠിപ്പിക്കണം. പിന്നെ 4 പിള്ളേരാണ്. അപ്പോൾ അവര് ഇവിടെ ആൺകുട്ടികളായതുകൊണ്ട് നമ്മൾ ഇവിടെ ഇല്ല, രക്ഷിതാവ് ഇവിടെ അല്ല, അവർക്ക് കിട്ടുന്ന കാര്യം വഴിതെറ്റി പോവും. അല്ലെങ്കിൽ അവരെ നല്ല രീതിയിലാവട്ടെ, മക്കളെ അല്ലേ, ആൺകുട്ടികളല്ലേ, വലുതാവുമ്പോൾ നമുക്കൊരു തണലായിട്ട് വരുമെന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ എല്ലാം ഒരു വീട് വിൽക്കാൻ, വീടിന് ചെറിയ ലോൺ ഉണ്ടായിരുന്നു, ആ ലോണ് മറ്റൊരാളോട് കടം വാങ്ങിച്ചിട്ട് ലോണിൻ്റെത് അടച്ചു തീർത്തു, ജപ്തിക്ക് വന്നതായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഞാൻ വിൽക്കാൻ വെച്ചതാ. വീട് പണി കഴിഞ്ഞിട്ടില്ല, ഒന്നും ചെയ്യാൻ കയ്യിലൊന്നുമില്ല, വളരെ സാമ്പത്തികപരമായിട്ട് പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇപ്പൊ വാടകയ്ക്ക് താമസിക്കുകയാണ്. അവിടെ തന്നെ കഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണൊരു വളർത്ത. അതെ, അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വിദ്യാഭ്യാസമാണല്ലോ, അല്ലാതെ സാധാ തൊഴിലിന് പോയി ജീവിക്കാൻ ഇപ്പം കഴിയില്ല. എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസം കിട്ടിയിട്ട് പുറത്തോ എവിടെയാണെങ്കിലും ഒരു ജോലി ചെയ്തിട്ട്, അതല്ലേ നമ്മൾ അങ്ങനത്തെ ഒരു വേദിയിൽ ജീവിച്ചാലോ. ഇവിടെ പഠിച്ചു ആർക്കെങ്കിലും അതായത് ഒരു പെറ്റി കേസ് പോലും നമ്മൾ ഈ താമരശ്ശേരി സ്റ്റേഷനിലോ പരിധിയിലോ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അതേപോലെ അത് കണ്ടിട്ടാണ് നമ്മളെ മക്കളും പഠിക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരു ആൾക്കും ഈ ഒരു സമൂഹത്തിനും ഇത് സംഭവിക്കാൻ പാടില്ല. ഒരു രാഷ്ട്രീയ സമ്മർദ്ദമോ ഒരാൾ സ്വാധീനമോ അതൊന്നും ഇതിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയാനുള്ളത്. ഒരു രക്ഷിതാവ് എന്ന നിലയ്ക്ക് മറ്റൊരു രക്ഷിതാവിന് ഇത് ഉണ്ടാവാൻ പാടില്ല.
അതുകൊണ്ട് മറ്റുള്ള കുട്ടികളെ അവരവരെ രക്ഷിതാക്കൾ ഉപദേശിച്ചിട്ട് ഇതിൽ നിന്ന് പിന്തിരിച്ച് നല്ല രീതിയിൽ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്താഗതി.